മാത്തമാറ്റിക്സ് അത് ആവശ്യമില്ല. കാൽക്കുലേറ്റർ ഉണ്ട്. അതുകൊണ്ട് കണക്കും പഠിക്കണ്ട ആവശ്യമില്ല. ഈ ഹിസ്റ്ററി പഠിച്ചിട്ട് കാര്യമില്ല. ലെറ്റ് ദ ഫാസ്റ്റ് ഗോ. ജോഗ്രഫി പഠിക്കാനാണെങ്കിൽ നമുക്ക് ഗ്ലോബ് ഉണ്ട്. പ്രത്യേകിച്ച് കാര്യമില്ല ജോഗ്രഫി പഠിച്ചിട്ട്. ഈ ഹിസ്റ്ററി പഠിച്ചിട്ട് കാര്യമില്ല. ലെറ്റ് ദ ഫാസ്റ്റ് ഗോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ലെറ്റ് ദ പാസ്റ്റ് ഗോ. ഈ പാസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ചരിത്രമാണ്. അത് എടോ, അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട, അതായത് നമ്മള് പണ്ട് സ്കൂളിൽ വെച്ച് പഠിക്കല്ലേ, ഉപ്പ് സത്യാഗ്രഹം ഒക്കെ പഠിക്കുന്ന എന്തിനാ? എനിക്ക് പരീക്ഷ എഴുതണമായിരുന്നു. പിന്നെ ഞാനിപ്പോ ഉത്തരം ഓർത്തിരിക്കുവല്ലേടി. അന്ന് തന്നെ എന്ത് കഷ്ടപ്പെട്ടാ പഠിച്ചെന്ന് തന്നെ എനിക്കറിയത്തില്ല. അപ്പൊ പറയുവാണ് കഷ്ടപ്പാട്. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സിമ്പിൾ. എടി, ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മള് ലോകത്തിന്റെ ചരിത്രം പഠിച്ചോണ്ടിരിക്കുന്നത് ഹിറ്റ്ലറിനെ പറ്റിയാണ്. ഹിറ്റ്ലർ ആണെന്ന് നമുക്കറിയോ? നീ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നെ. ഹിറ്റ്ലർ വേണ്ട. അല്ല, എനിക്ക് ഹിറ്റ്ലറിനെ അറിയത്തില്ല. ഒന്ന് പറഞ്ഞു. ഇല്ല വേണ്ട. നീയല്ലേ ഇപ്പൊ ഹിറ്റ്ലറിനെ കുറിച്ച് ചർച്ചിനെ കുറിച്ചാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. എന്നാ നീ പഠിക്കുന്ന ചർച്ചിനെ കുറിച്ചെന്ന് പറഞ്ഞു. ഞാൻ പഠിക്കുന്ന ചർച്ച തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് പറയാനില്ല. അല്ല, ഇതിന് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ പറഞ്ഞേരാ. ഞാനാണെങ്കിൽ ഹെൻറി ദ എയ്റ്റിനെ കുറിച്ച് പറയാം. അയാൾ ഒരു കിങ് ആയിരുന്നു. ഹെൻറി ദ എയ്റ്റ് അയാളൊരു കിങ് ആയിരുന്നു. അത് നമ്മൾക്ക് മതി. നമ്മളെ അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാണ്. ഡിസൈൻ ഒക്കെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സയൻസ് നമ്മൾ പഠിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഒരു കാര്യമേ ഉള്ളു. നമ്മളാണെങ്കിൽ ഒരു കൊക്കക്കോളയില് മെന്റോസ് എടുത്തിട്ട് അത് മാത്രമേ എനിക്ക് പഠിക്കാനുള്ളൂ. ലൈഫിലാണെങ്കിൽ കാര്യമില്ല. ജോഗ്രഫി നിന്റെ ലൈഫിനെ എടോ, സയൻസ് പഠിച്ചിട്ട് കാര്യമില്ലെന്നോ? താങ്കൾക്ക് എന്താ പറ്റിയെന്നെ? നമ്മള് സ്കൂളിലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മള് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജോഗ്രഫി എന്തിനാ ഞാൻ പറഞ്ഞല്ലേ. മാത്തമാറ്റിക്സ് അത് ആവശ്യമില്ല. കാൽക്കുലേറ്റർ ഉണ്ട്. അതുകൊണ്ട് കണക്കും പഠിക്കണ്ട വേണ്ട. ഫ്രഞ്ച് നമ്മൾ എന്തിനു പഠിക്കണം? ഫ്രഞ്ചിനെ പറയാൻ എനിക്കറിയത്തില്ല. ഇപ്പൊ നമുക്കത് ഫ്രഞ്ച് നമ്മള് നാട്ടിൽ വെച്ച് ഹിന്ദി പഠിക്കത്തുണ്ടായിരുന്നു. എന്തിനാ പഠിക്കുന്നത്? പക്ഷെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഹിന്ദിയിൽ. ഇപ്പൊ നമ്മള് ഫ്രഞ്ച് ഇവിടെ എന്തിനാ പഠിക്കുന്നത്? അത് സെക്കൻഡ് ലാംഗ്വേജ്. നമുക്കൊരു സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടല്ലോ. നമ്മളാണെങ്കിൽ ഇപ്പൊ ഫ്രഞ്ച് ഇംഗ്ലീഷ് മലയാളം സംസാരിക്കുന്ന അത് നീ നാട്ടിൽ പോയി പഠിക്കുമ്പോ ഇത് സെക്കൻഡ് ലാംഗ്വേജ് അവര് പറയുന്നത് ആളുടെ അടുത്ത് നമ്മളിപ്പം നിൽക്കുക. ഇപ്പൊ ഫ്രാൻസിൽ എങ്ങനെ പോയി നോക്കാം. ഫ്രാൻസിൽ പോയി കഴിഞ്ഞപ്പോ അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നത് നമ്മൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചാൽ പോലെ കഷ്ടപ്പെട്ട് പഠിക്കണത്. മ്യൂസിക് ഇപ്പൊ അന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചാലും തപ്പി തടഞ്ഞു പോവുള്ളൂ. മ്യൂസിക് നമുക്ക് സ്പോട്ടിഫൈ ഉണ്ട്. അത്രയൊക്കെ മതി. ഫുഡൊക്കെ നമുക്ക് കുക്ക് ചെയ്യാം. നമുക്ക് യൂട്യൂബ് ഉണ്ട്. നമുക്ക് അത് നോക്കി പഠിക്കാം. വല്ല ഫുട്ബോളും കളിച്ചാൽ മതി. ഓക്കെ. മാത്തമാറ്റിക്സ് സയൻസ് പഠിക്കണം. ഇംഗ്ലീഷിന് വേണ്ടി ആവശ്യമില്ല. ആംഗ്യം കാണിച്ചാൽ മതി. സത്യം. ആർട്ട് കാര്യമില്ല. കലാകാര്യം ഇപ്പൊ നടത്തിയിട്ട് നമ്മളിപ്പോ നാളെ വരാൻ പാടില്ല. ഡ്രാമ പിന്നെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ അഭിനയിച്ച് കൊളാക്കണമെങ്കിൽ ഡ്രാമ നമുക്ക് നന്നായിട്ട് വേണം. റിലീജിയസ് എഡ്യൂക്കേഷൻ വേറെ ആൾക്കാരുടെ അല്ലല്ലോ ഇവര് പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും പഠിപ്പിക്കുന്നില്ലേ? ഇല്ല, ഞങ്ങളെ ക്രിസ്ത്യൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് നന്നായിട്ട് ക്രിസ്ത്യനെ കുറിച്ച് അറിയാലോ. എന്നാ സ്വർഗസ്നായുധാവെന്ന് ചെല്ലാമോ? ചിരിക്കാനല്ല പറഞ്ഞ ഇങ്ങനെ കൊളകൊളകൊള്ളാന്ന് ചെല്ലാതെ വൃത്തിയായിട്ട് ചെല്ലും. നമ്മള് പ്രയറിനെ കുറിച്ചൊന്നും അതിൽ പറയാറില്ല. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പിന്നെ അറിയില്ല എന്നെ പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യൻസിനെ കുറിച്ച് ജീസസ് ക്രൂസിഫൈഡ് ആയി. പിന്നെ ക്രൂസിഫൈഡ് മൈനിങ് എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ഇനി എന്തിനാ സ്കൂൾ വേണ്ട? എല്ലാ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പഠിക്കണ്ട, എനിക്ക് പണി എടുക്കണ്ട. എനിക്ക് ഇങ്ങനെ വെറുതെ എങ്ങനെ പാസ് ചെയ്യുന്ന അമ്മയ്ക്ക് തന്നെ ഇപ്പൊ ഒരു ഇതുണ്ടാവൂല. ഞാൻ അമ്മയോട് ഒരു ചോദ്യം ചോദിക്കാം.
എനിക്ക് വേണ്ട എന്നാ ഞാൻ ചോദിക്കാം. ആർട്ടിസ് 400 + 400. 800 മിണ്ടാണ്ടിരിക്കടാ. എനിക്ക് ഞാൻ ചോദിക്കാം ഒരു മിനിറ്റ്. വാട്ട് ഈസ് 12 × 12? 24. 144. 9 × 6. ഇല്ല ഞാൻ 10 വരെയുള്ള പട്ടികയെ പഠിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞേനെ. 9 × 6. 12 × 9. എനിക്ക് വരാനായി. അമ്മ ഒന്ന് ആലോചിച്ചു. ഒന്ന് പറ. എനിക്കറിയത്തില്ല. 108 കേട്ടോ. അമ്മേനെ ഞാൻ ഒന്നും കൂടി ചോദിക്കാം. വാട്ട് ഈസ് 12 × 12? 144. ഓക്കെ ശരി. അമ്മ നോക്കിയോ. 12 × 7. പറ. അറിയത്തില്ല. 84. 84. അതന്നെ ഉദ്ദേശിച്ചത്. വാട്ട് ഈസ് 2 × 9? 18. അമ്മ ഒരു എന്താ സെക്കൻഡ് പറഞ്ഞെ? ആലോചിച്ചു. 18. അമ്മ അത്ര ആലോചിച്ച. 2 × 9. ഓക്കെ. വാട്ട് ഈസ് 11 × 3. അത് എളുപ്പം. 33. അമ്മ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആലോചിച്ച് പറയണേ. ഇനി ഞാൻ എന്നെ ഉത്തരം കൈ പിടിച്ച് വെച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചേച്ചിയോട് എന്താ 11 × 9 എന്തിലും ചോദിച്ചേ? 11 × 4. 44. കണ്ടോ. സിമ്പിൾ. വാട്ട് ഈസ് 10 × 10? 100. ഓക്കെ. വാട്ട് ഈസ് 10 ഡിവൈഡഡ് ബൈ 10? 1 ബസ്സിൽ. എന്തിനാ ആലോചിച്ചേ? വാട്ട് ഈസ് 10 - 1? 9. വാട്ട് ഈസ് 10 - 10 + 6? 23. 10 10 + 6 16. 10 + 23. വാട്ട് ഈസ് 40 ഡിവൈഡഡ് ബൈ 2? 7. എന്റെ കർത്താവ് വീട് വന്നിരിക്കുന്ന 40 ഡിവൈഡഡ് ബൈ 14 അല്ലേ അവള് പറഞ്ഞേ. 40 40 ഡിവൈഡഡ് ബൈ 2. 20. താൻ പറഞ്ഞോണ്ട് മാത്രം. ഇനി കുറച്ച് സയൻസ് ക്വസ്റ്റ്യൻസ്. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ന്യൂട്ടന്റെ 3-ാം ചലന നിയമം പറ ഇങ്ങോട്ട്. എന്നെ 3-ാം ചലനം പിന്നെ പഠിപ്പിച്ചല്ലേ? എന്താ പിന്നെ ഒന്ന് പറ. അമ്മ ഒന്നും ഞങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ ന്യൂട്ടൺ ഒന്നല്ല പഠിക്കുന്നത്. അല്ല ന്യൂട്ടൺ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പഠിച്ചിട്ടില്ല. എന്നെ ഇതുവരെ ന്യൂട്ടൺ ഒന്നും പഠിപ്പിച്ചില്ല. സോളിഡ് എങ്ങനെ ഇരിക്കുന്നത്? സോളിഡ് എങ്ങനെ ഇരിക്കുന്നു? സോളിഡ് ഖര രൂപത്തില്. ലിക്വിഡോ? ലിക്വിഡ് എങ്ങനെ ഇരിക്കുന്നത്? സോളിഡിന്റെ ഒരു അമ്മ ഇങ്ങനെ എന്നെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യ്. സോളിഡിന്റെ എക്സ്പ്ലനേഷൻ. സോളിഡ് ആ ഫിക്സഡ് ഷേപ്പ് പറ ഇങ്ങോട്ട്. എന്തെന്ന്? സോളിഡ് ഫിക്സഡ് ഷേപ്പ്. സോളിഡ് ഹാസ് എ ഫിക്സഡ് ഷേപ്പ്. എന്ത് എങ്ങനെ ഇരിക്കുന്നു? അമ്മയല്ല പറഞ്ഞ ഭയങ്കര കളറും ആ സാധനമാണ്. എന്ത് സാധനമാണ്? അമ്മ വന്നില്ല ഭയങ്കര കൂടിയിരിക്കുന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചായിരുന്നല്ലോ. അതെന്തോ കട്ടിയുള്ള സാധനം. ലിക്വിഡ് പറഞ്ഞാ മതി. അല്ല വേണ്ട, ഗ്യാസ് പറഞ്ഞാ മതി. ഗ്യാസ് എന്തോ? ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതകം. എക്സ്പ്ലെയിൻ ചെയ്യങ്ങോട്ട്. എക്സ്പ്ലെയിൻ ഫ്ലോ. അതിന്റെ നമുക്ക് ഇനി കുറച്ച് ഹിസ്റ്റോറിയൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കുവേ. നേരത്തെ ഞങ്ങൾ എഴുന്നേറ്റ് പോകാം. എന്റെ ഹിസ്റ്ററി ഹോംവർക്ക് എടുക്കട്ടെ. എടി പോളി. നമ്മ എടുത്ത് അമ്മ ചോദിക്കട്ടെ. ഓക്കെ. ഹൂ ഈസ്, ഞാൻ തന്നെ വെക്കുന്ന കേട്ടോ, ഹൂ ഈസ് ഹെൻറി ദ 8th? ഒരു രാജാവായിരുന്നു. അയാള് രാജ്യം ഭരിച്ചിരുന്നു. അയാൾ എങ്ങനെയാണ് രാജ്യം ഭരിക്കുള്ളൂ. സത്യം. അയാള് കിങ് ആയത് എങ്ങനെയായിരുന്നു? അയാളുടെ അച്ഛൻ കിങ് ആയിരുന്നു. സോ ഒബ്വിയസ്ലി അങ്ങേരും മകനും കിങ് ആയിട്ട് വന്നു. ഇനി അമ്മയുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ചോദിക്കാൻ പോവാണ്. ലാപ്ടോപ്പ് ഒക്കെ ഓഫ് ആക്കി വയ്ക്കുക. എന്തിനാ? നിനക്ക് അങ്ങനെ കോപ്പി അടിച്ച് പറയണമെന്ന് തോന്നിയാലോ? അമ്മ മാത്സിന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. ടൈം ടേബിൾ ചോദിക്കണം ഫസ്റ്റ്. കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? തിരുവനന്തപുരം. വെരി ഗുഡ്. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14. കേരളത്തിലെ സംസ്ഥാന മൃഗം? രണ്ടെണ്ണം ഉണ്ടോ? അല്ല എനിക്ക് ആനയാണോ അതോ പുലിയാണോ? ആന. കേരളത്തിന്റെ ജന്മദിനം എന്ന് പറയുന്നത് ഏത് ദിവസം? കേരളത്തിന്റെ ജന്മദിനം ഏത് ദിവസമാണ്? കേരളത്തിന് ജന്മദിനം ഉണ്ടോ? കേരളപ്പിറവി എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? അറിയത്തില്ല, സോറി. ഞങ്ങൾ അത്ര പുരാതനമായിട്ട് പോകാറില്ല. അയ്യോ, പുരാതനമായിട്ട് പോവാറില്ല. നവംബർ 1. നവംബർ 1. അമ്മയ്ക്കറിയായിരുന്നോ? ഇല്ല, എനിക്കറിയായിരുന്നു കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? ഞങ്ങൾ അന്നേരം പോലും ഉണ്ടായിട്ടുണ്ടാവൂല. അതുകൊണ്ടാണ് ഹിസ്റ്ററി പഠിക്കണം എന്ന് പറയുന്നത്. കേരളത്തിലെ കേരളത്തിനെ കുറിച്ച്
എന്നാ പിന്നെ നീ പറ, ഇവിടുത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഇവിടെ പ്രസിഡന്റ് ഇല്ല ബൈ. എന്നാ പ്രസിഡന്റ് ആരായിരുന്നു? ഇവിടെ പ്രസിഡന്റ് ഇല്ല ബൈ. പിന്നെ സോറി, ഇവിടെ പ്രൈം മിനിസ്റ്റർ ആണുള്ള. അതിന്റെ പേര് പറഞ്ഞേ. പേര് ഞാൻ എനിക്കറിയാം, എന്റെ ഫേസ് എനിക്കറിയാം. മറ്റേ എന്റെ വാട് തുമ്പത്തിൽ പറയങ്ങോട്ട്. അമ്മ ഇത്ര ചരിത്രം പോവരുത്. സത്യം. വീടിന്റെ പിന്നെ മാത്സിന്റെ ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിച്ചത്. മഹാത്മാഗാന്ധിയുടെ ഫുൾ നെയിം എന്താ? ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയുടെ ഫുൾ നെയിം ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി അല്ല അതിന്റെ പേരെന്തായിരുന്നു? മോഹൻദാസ് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഇല്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ബ്യൂട്ടിഫുൾ. ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? പിണറായി. ഇപ്പൊ എന്താ വെച്ചാൽ പ്രധാനമന്ത്രി മറ്റേ മോദിജി. മറ്റേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയൻ. 9 into 8 എത്രയാ? 9 8s are 72. ഇനി നീ ആൻസർ പറയല്, കുക്ക് പറയണം. 6 8s. ചീറ്റിംഗ് അല്ലേ അമ്മ? നമ്മള് കാൽക്കുലേറ്റർ ഉപയോഗിക്കാമ. 600 minus 8 എത്രയാ? 600 minus 8 600 എന്താ? 590. നീ മിണ്ടാണ്ടിരുന്നേ. 500 592. 600 minus 8 into 9. 8 9s are 72. 12 3s are 36. 14 into 2. സോറി, 14ന്റെ ടേബിൾ ഞങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. 14 times 2. 14 ടൈംസ് ഞങ്ങൾ പഠിച്ചിട്ടില്ല. 14 times 2 എളുപ്പമല്ലേടോ? ഞാൻ പറയാം. 8 48. 14 times 2 48. വെയിറ്റ് ചെയ്യാം. 28. എന്നാ ചോദിക്കട്ടെ, വാട്ട് ഈസ് 12 into 8? 12 8s are 90. 96. കുക്കു, നിങ്ങൾ അവിടെ എന്നെ പണിതുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 49? എന്ത് സ്ക്വയർ റൂട്ട് 7 ആണോ? യെസ്, ഇറ്റ്സ് 7. സ്ക്വയർ റൂട്ട് എന്താ? 7 times 7 എന്ന് പറയുന്നത് 49. വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ സെൽഷ്യസ്? 0 ഡിഗ്രി സെൽഷ്യസ്. 100 അല്ലേ? തീരുമാനം ആരെങ്കിലും പറ. 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് അല്ല 100. ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത് എനിക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ട്. ഇല്ല, ഞാൻ 100 അല്ല, ഞാൻ 0. എന്ത് പറ എന്റെ കുക്ക്? 0 തെറ്റാ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ സെൽഷ്യസ്? 100 അല്ലേ? എന്റെ അടുത്ത് നോക്കണം, നിന്റെ ഉത്തരം പറഞ്ഞു. 100 ആണ്. വിച്ച് ഓർഗൻ പംപ്സ് ബ്ലഡ് ത്രൂ ദ ബോഡി? ഹാർട്ട്. കുക്കു എല്ലാത്തിനും ആ വിളിച്ചിരിക്കുവാണ്. വലിയ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നയാളാ. വാട്ട് ഈസ് ദ കെമിക്കൽ സിമ്പൽ ഫോർ ഓക്സിജൻ? ഓക്സിജന്റെ ഓയ്. അതെനിക്കറിയാം. അതെനിക്ക് പീരിയോഡിക് ടേബിളിൽ അറിയാം. പീരിയോഡിക് ചാർട്ടാണ്. എന്താ What gas do plants taking in during photosynthesis? ഫോട്ടോസിന്തസിസിന്റെ സമയമാകുമ്പം അവരെടുത്തോണ്ടിരിക്കുന്നത് നോർമൽ ഗ്യാസ്, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അല്ല. ഒരെണ്ണേ ഉള്ളൂ. ഓക്സിജൻ, കാർബൺ, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ? മറ്റേ ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ തെളിയുമ്പോഴുള്ള ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്തു പറ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്ക് ഉത്തരം കിട്ടിയാ പോരാ. അല്ല ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യം
ഫോട്ടോസിന്തസിസ് എന്നാന്നുള്ളതാണ് ചോദ്യം. നീ പറ അതല്ല ഞാനിപ്പോ പറഞ്ഞ നീ പറ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നീ പഠിച്ച ഫോട്ടോസിന്തസിസ് ഒക്കെ. അല്ല നിനക്ക് ഇപ്പൊ ഉപകാരം വേണ്ടി ഇപ്പൊ ഇങ്ങനെ ഉപകാരം നീ പഠിച്ചിട്ടില്ല ചുമ്മാ ഇത് പറയണേ. ഡെഫിനേഷൻ ഇപ്പൊ പഠിച്ചെന്നെ. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ പച്ച കളറുള്ള ചെടികള്, അങ്ങനെയുള്ള ചെടികള്, പച്ച നിറമുള്ള ചെടികള് സൂര്യപ്രകാശവും വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് അവര് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പം ചോദ്യം എന്തായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉത്തരം അല്ല. ഇനി നമ്മൾ അടുത്ത സബ്ജക്റ്റിലോട്ട് പോവുകയാണ്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഫ്രാൻസ്? എന്നെ നോക്കേണ്ട ആവശ്യമില്ല, നിനക്കായിരുന്നു ഫ്രാൻസിനെ കുറിച്ച് ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പൊ ഫ്രാൻസിനെ പറ്റി പഠിച്ചായിരുന്നു അത് ജോഗ്രഫിയിലുള്ളതാണ്. ഞാൻ ജോഗ്രഫി പഠിക്കാറില്ല, കുക്കുവാണ് പഠിക്കാറുള്ള ജോഗ്രഫിയിൽ ഒന്നും പഠിച്ചിട്ടില്ല. പാരീസ്. What year did World War II end? 1900 സംതിങ്. എനിക്ക് 2019. എന്നാ പിന്നെ 2025 പറയും. 1980 തൊട്ടിട്ട് 19 അത് 1925 സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചതോ? അല്ല. അതുകൊണ്ടാണ് ഹിസ്റ്ററി പഠിക്കണമെന്ന് പറയുന്നത്. 19 എന്തോ ഒരു നമ്പർ എനിക്കത് 1945. എനിക്കറിയാം. Who was the first president of United States? നീ പറ, നിനക്കല്ലായിരുന്നു ഇത്ര ഹിസ്റ്ററിക്ക് ഇത്ര മതിപ്പെട്ടായിരുന്നേ. നീ പറ, എനിക്ക് പഠിക്കണ്ട, അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല. നേരെ എന്റെ കണ്ണിലേക്ക് നോക്ക്, ഇപ്പൊ എന്റെ മനസ്സിൽ പുറത്ത് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ നമുക്കതുകൊണ്ടൊരു ഗുണമില്ല. ഇങ്ങനെ ഓരോ പ്രശ്നം ചോദിച്ചത് ചമ്മി ഇങ്ങനെ നിക്കുമ്പോണ്ടല്ലോ, വേറെ അടുത്ത ആള് വേണം നോക്കാനാണെന്നുണ്ടെങ്കിൽ, എന്നാലും നിനക്ക് നോക്കാനെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. പറയൂ, ആരായിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ്? ജോർജ് വാഷിംഗ്ടൺ. അറിയത്തില്ലെങ്കിൽ മിണ്ടാണ്ട്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ സ്പീഡ്? നീ പഠിച്ചിട്ടുണ്ടോ? ഒന്നപ്പന്നെ ഇവിടെ സ്പീഡിനെ കുറിച്ച് എന്താ പഠിച്ചിട്ടുണ്ട്? സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മള് വേഗത്തിൽ പോകും. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ മാസ്. മാസും ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അടുത്തത് വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് സൾഫ്യൂറിക് ആസിഡ്? പറഞ്ഞാന് ഫോർമുല ഓഫ് സൾഫ്യൂറിക് ആസിഡ് H2SO4. What is the function of mitochondria? Mitochondria. ഒരു മിനിറ്റ്. പറയും. Mitochondria ഒരു മിനിറ്റ്. മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന സാധനം എയറോബിക് റെസ്പിറേഷനിൽ ഉള്ള ഒരു ഇതാണ് മൈറ്റോകോൺഡ്രിയ. റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഫോർ ദ സെൽ. മതി. Produces energy for the cell. What is the main theme of Romeo and Juliet? Love. I mean love to a horrific tragedy. Body love and conflict. ലവ് ഞാൻ ഒരുപാട് പറഞ്ഞു. അടുത്തത് 2 പേർക്കും കൂടി ഉള്ളതാ. കറക്റ്റ് ദ സെന്റൻസ്. ഷീ ഡോണ്ട് ലൈക്ക് ആപ്പിൾസ്. ഷീ ഡസന്റ് ലൈക്ക് ആപ്പിൾസ്. ആലോചിക്കുമായിരിക്കും അല്ലേ? അല്ല, അത് കറക്റ്റ് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഞങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഞങ്ങൾക്കല്ല, എനിക്ക് Education is more important than your life. അത്രയും പോട്ട, എന്നാലും അവിടെ ഇരിക്കട്ടെ.
എഡ്യൂക്കേഷൻ വേണം. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തിരുന്ന ചേച്ചി Because we have a little sissy, I mean bigger sissy, so we have to always look after her. So I need to look after her. ഞാനിവിടെ I need to look. I need to look after her. എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്, എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. ഞാനിവിടെ ഉണ്ട്. Cell എന്താണെന്നറിയാം. ഞാനിവിടെ ഉണ്ട്.